എന്റെ മകന് വേണ്ടി ഞാൻ മീരയെ സെലക്ട് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. മീരയെക്കുറിച്ചും അവളുടെ സ്വഭാവത്തെക്കുറിച്ചും ഞാൻ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു. അതിനിപ്പോ എന്താ മാഡം സംഭവിച്ചത്? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യം മുതലേ ഈ വിവാഹത്തോട് അഭിരാമിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അവളുടെ അഭിപ്രായത്തിന് പോലും വില കൊടുക്കാതെയാണ് ഞാൻ ആദർശിന്റെ ഇഷ്ടം നോക്കി ഈ വിവാഹം നടത്തിയത്. പക്ഷെ എന്റെ ആ തീരുമാനം ഒരു തെറ്റായിപ്പോയെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. മാഡം എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യങ്ങൾ ഞാൻ വളച്ചുയൂറ്റാതെ പറയാം. ഞാൻ പ്രതീക്ഷിച്ച മരുമകളല്ല മീര. കുടുംബത്തെ എന്തു പ്രശ്നത്തിലും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കുടുംബിനിയായിരിക്കും മീര എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതിനിപ്പോ എന്താ സംഭവിച്ചത്? അവളായിട്ട് ആരോടും ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോവില്ല. അതാ അവളുടെ ക്യാരക്ടർ. ഹരിയുടെ ഈ ചിന്താഗതി തന്നെയായിരുന്നു എനിക്കും. പക്ഷേ മീര ഇപ്പൊ അങ്ങനെയല്ല. എന്റെ കുടുംബം പൂർണ്ണമാകുന്നത് എന്റെ സഹോദരൻ മഹി കൂടി ചേരുമ്പോഴാണ്. പക്ഷേ മഹിയെ ഈ കുടുംബത്തിൽ നിന്ന് അകറ്റാനാണ് മീര ശ്രമിക്കുന്നത്. അത് മാഡം, മഹാദേവൻ സാറിനെ കുറിച്ച് മോൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ട്. ആദർശിന്റെ ഈ അവസ്ഥയ്ക്ക് അദ്ദേഹത്തിന് പങ്കുണ്ടോന്ന് പോലും മോൾ സംശയിക്കുന്നുണ്ട്. അപ്പോ ഈ കാര്യങ്ങളെല്ലാം ഹരിക്കും അറിയാല്ലേ? അത് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ചില സംശയങ്ങൾ മീര എന്നോട് പറഞ്ഞിട്ടുണ്ട്. മീരയുടെ ആ സംശയങ്ങളാണ് പ്രശ്നം. മഹിയെപ്പറ്റി മീര പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുമാത്രമല്ല, മീരയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പല കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അച്ഛൻ എപ്പോഴാ വന്നേ? കുറച്ചു നേരമായി മോളെ. അച്ഛനെന്താ ഒന്ന് വിളിക്കുപോലും ചെയ്യാതെ വന്നേ? അത് മോളെ, ഹരിയെ ഞാനാ വിളിപ്പിച്ചത്. എന്താ അമ്മ, എന്തിനാ അച്ഛനെ വിളിച്ചു വരുത്തിയേ? രണ്ടുപേരോടുമായിട്ട് കാര്യം പറയാം. തൽക്കാലം കുറച്ചു നാള് മീര ഹരിയോടൊപ്പം വീട്ടിൽ പോയി നിൽക്കേ. എന്തിന്? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. എന്താ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിണക്കമായിട്ടൊന്നും കാണണ്ട ഹരി. വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇല്ലമ്മ, ആദർശൻ ഇല്ലാത്തപ്പോ ഞാൻ ഇവിടുന്ന് പോകുന്നത് ശരിയല്ല. അത് മീരയല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ആദർശ് ഇല്ലാത്തത് കൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഹരിക്കും മീര കൂടെ വേണമെന്നുണ്ടാവുമല്ലോ. മോൾ എനിക്കൊപ്പം നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് പക്ഷേ ഒരു വഴക്കും പിണക്കവുമായി ഇവിടുന്ന് ഇറങ്ങിയിട്ടാവരുത്. ഇത് വഴക്കും പിണക്കവും ഒന്നും കൊണ്ടല്ല, വഴക്കും പിണക്കവും ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മീരയുടെ പല അഭിപ്രായങ്ങളും തീരുമാനങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു വഴക്കുണ്ടാകുന്നതിലും നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നി. അമ്മ എന്തു പറഞ്ഞാലും ആദർശനോട് പറയാതെ ഞാൻ പോവില്ല. വേണ്ട മോളെ, വാശി പിടിക്കണ്ട. മാഡത്തിന്റെ തീരുമാനം പോലെ നടക്കട്ടെ. ആദർശ് വന്നതിന് ശേഷം മോൾക്ക് തിരിച്ചു വരാലോ. അച്ഛാ, അത് എതിര് പറയണ്ട. അച്ഛനും മോള് കൂടെ വേണമെന്ന ആഗ്രഹമുണ്ട്. ഇത് അതിന് പറ്റിയ സമയാ. അതെ, ഏതായാലും കുറച്ചു ദിവസം മീര അവിടെ തന്നെ നിൽക്കട്ടെ. ബാക്കി കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ശരി, ഞാൻ മോളെ കൊണ്ടുപോയിക്കോളാം. മോളെ, മോൾക്ക് എടുക്കേണ്ടതെല്ലാം എടുത്തിട്ട് വാ, നമുക്ക് പോവാം. ആഹാ, ഹരിയേട്ട മോളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവന്നോ? അതേതായാലും നന്നായി. കുറച്ചു ദിവസം മീരമോൾ ഇവിടെ നിൽക്കട്ടെ.
അല്ല ഹരിയേട്ടാ, എന്തിനാ അവര് ചെല്ലാൻ പറഞ്ഞത്? ആദർശ് വരുന്നവരെ മീരമോൾ ഇവിടെ നിൽക്കട്ടെ എന്നാ അവരുടെ അഭിപ്രായം. അത് പറയാൻ അവരെന്നെ വിളിപ്പിച്ചത്. അത് അവരാണോ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അത് എന്തൊരു വർത്താനോ? ഇത്രയും നാളും എല്ലാ സങ്കടവും സഹിച്ച് മോൾ അവിടെ നിന്നിട്ട് ഇറക്കി വിട്ടതുപോലെ ആയില്ലേ? അങ്ങനൊന്നും കരുതണ്ട ബീനെ. മീരയുടെ വീടല്ലേ ഇത്. അവൾ ഇവിടെ വന്ന് നിൽക്കുന്നോണ്ട് എന്താ? ഇത് മീരയുടെ വീട് തന്നെയാ എന്ന് കരുതി ഇതത്ര ശരിയായ പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താ മോളെ ഒന്നും പറയാത്തത്? അവര് പറഞ്ഞ ഉടനെ മോൾ എന്തിനാ ഇറങ്ങി പോന്നത്? അതെ, നിന്റെ ഭർത്താവിന്റെ വീടാ. ആ വീട്ടിലുള്ള മറ്റുള്ളവരെ പോലെ എല്ലാ അവകാശവും നിനക്കും അവിടെയുണ്ട്. അവകാശത്തിനോ അധികാരത്തിനോ ഒന്നും വേണ്ടിയല്ലെങ്കിലും ആദർശേട്ടൻ വരാതെ അവിടെ നിന്ന് ഇറങ്ങാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ അച്ഛൻ കൂടി നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ പോകുന്നത്. ആ ഹരിയേട്ടൻ എന്താ ആ അമ്മയുടെ മോളുടെ വർത്തമാനം കേട്ടപ്പോ പേടിച്ചു പോയോ? അതൊന്നും അല്ല ബീനെ. എന്തിനാ വെറുതെ വഴക്കിട്ട് മോളെ അവിടെ നിർത്തുന്നത്? മോൾക്ക് ഇവിടെ സമാധാനത്തോടെ നിൽക്കാലോ. അതും ശരിയാ. ആ അഭിരാമി ഒരുത്തിയായിരിക്കും ഇതിനൊക്കെ പിന്നില്. മഹാദേവൻ അങ്കിളിന്റെ കാര്യത്തില് ഞാൻ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ അമ്മയ്ക്കും അഭിശേഷിക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവര് രണ്ടുപേരും അങ്കിളിനെ അന്ധമായിട്ട് വിശ്വസിച്ചിരിക്കുക. വിശ്വസിക്കട്ടെ, അവസാനം അവരും അനുഭവിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും സത്യം മനസ്സിലായിക്കോളൂല്ലോ. അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തില് മീരമോൾ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവണമെന്നില്ല. എന്നാലും അച്ഛാ, ആദർശനോടൊരു വാക്കുപോലും പറയാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുന്നത് ശരിയല്ലല്ലോ. അതിന് മോള് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നൊന്നും അല്ലല്ലോ. അവരായിട്ടെടുത്ത തീരുമാനമല്ലേ. ആദർശിന് മോളെ മനസ്സിലാവും. അതെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ആദർശിനെ അറിയിക്കണം. നിന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് പറയുക. എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്ത് ആരെയും രക്ഷിക്കാൻ നോക്കണ്ട. എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. എന്തിനാ ബീനാമേ അത്? ആവശ്യത്തിൽ കൂടുതൽ വിഷമങ്ങൾ ആദർശേനുണ്ട്. ഇനി ഞാനായിട്ട് കൂടുതൽ ടെൻഷൻ കൊടുക്കണോ? വേണം. അല്ലെങ്കിലേ നാളെ മോള് കുറ്റവാളിയാവും. ആ അഭിരാമി അവളൊരു കള്ളിയാ. ആ വീട്ടിലെ സ്വത്ത് ഒറ്റയ്ക്ക് കൈക്കലാക്കണമെന്ന് അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാ നിന്നെ അവൾ അവിടുന്ന് പായിക്കാൻ നോക്കുന്നത്. അതിന് നമ്മൾ വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ആദർശിനെ കാര്യങ്ങൾ അറിയിക്കണം. എന്നിട്ട് ആദർശിനെ നിനക്കൊപ്പം നിർത്തണം. നിന്നെ ഇറക്കി വിട്ട വീട്ടിൽ ഇനി താമസിക്കണമെന്ന് ബീനാമ്മ പറയില്ല. പക്ഷേ മോൾ എവിടെയാണോ അവിടെ നിന്റെ ഭർത്താവ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ വാശിയൊന്നും എനിക്കില്ല ബീനാമേ. ആദർശേട്ടൻ സ്വന്തം വീടിനെയും അമ്മയും കൂടപ്പറപ്പിനെയും ഒക്കെ വിട്ടിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നിന്നെ എനിക്കറിയാം മീരെ. പക്ഷേ നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരോട് ആ രീതിയിൽ തന്നെ വേണം തിരിച്ചു പെരുമാറാൻ. ഹരിയേട്ടൻ എന്തോ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞതല്ലേ ശരി? ഞാൻ മീരമോൾക്കൊപ്പമുണ്ട്. മീരമോളുടെ ഇഷ്ടം എന്താണോ അതിനൊപ്പം മാത്രമേ ഞാൻ നിൽക്കൂ. എന്റെ ഹരിയേട്ടാ, മോളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഹരിയേട്ടൻ ഇങ്ങനെ ആയാലോ? ആ കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടതാ എന്റെ മോള്. കമ്പനി കാര്യങ്ങൾക്കും ആദർശിന്റെ കാര്യങ്ങൾക്കും ഒക്കെ എത്രമാത്രം അലഞ്ഞു നടന്നു. എന്നിട്ട് അതൊന്നും ഓർക്കാതെ കറിവേപ്പില പോലെ എന്റെ മോളെ എടുത്ത് കളഞ്ഞില്ലേ അവര്? അതുകൊണ്ട് അവരോട് ഒരു സഹതാപവും നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ട. എനിക്ക് മീര എന്റെ സ്വന്തം മോളാ. ഇവളെ ഇങ്ങനെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. മായ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ പറയൂന്ന് എനിക്കറിയാം. മീന പറഞ്ഞൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് മീരമോളുടെ ജീവിതമാണ്. ഇവിടെ തീരുമാനം പൂർണ്ണമായിട്ടും മോളുടെ തന്നെ ആവണം. മോള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ നടക്കുന്ന ഈ സമയത്ത് വീണ്ടും ആദർശിനെ വേദനിപ്പിക്കാൻ പാടില്ല. എന്തായാലും ആദർശ് തിരിച്ചു വരട്ടെ, എന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്കാം. വാ മോളെ, സമാധാനായിട്ടിരിക്കെ. എല്ലാത്തിനും ഒപ്പം ഞങ്ങളുണ്ട് നിന്റെ കൂടെ. വാ. നീ ചെയ്തത് ശരിയായില്ല മാധവി. മീര ഇവിടുന്ന് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. എനിക്കതിൽ തെറ്റൊന്നും തോന്നുന്നില്ല ചേച്ചി.
വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തു വലിയ പ്രശ്നം? ഈ വീട്ടിലെ മഹാലക്ഷ്മിയാണ് ആ കുട്ടി, അതും മറക്കരുത്. ഞാനായിട്ടൊന്നും മറന്നിട്ടില്ല. പലതും മറന്നു പ്രവർത്തിച്ചത് മീരയാണ്. ഞാൻ അവളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ചത് അതിന്റെ എതിരാണ് സംഭവിക്കുന്നത്. അതൊക്കെ മാധവിയുടെ വെറും തെറ്റിദ്ധാരണകളാ. ഈ വീടിന്റെയും ആദർശിന്റെയും നന്മയ്ക്ക് വേണ്ടിയാ മീര ഓരോന്ന് ചെയ്യുന്നത്. കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്ത് നന്മയാണ് വരുത്താൻ മീര ഉദ്ദേശിക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. മീര കാരണം എന്ത് പ്രശ്നം ഉണ്ടായെന്നാ മാധവി പറയുന്നത്? ചേച്ചി എന്താ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ? മീര ഉണ്ടാക്കിയ ഓരോ പ്രശ്നങ്ങൾ ചേച്ചിയും കണ്ടതല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം മാത്രം ചേച്ചി ഓർത്താ മതി. ദേവേട്ടൻ ചേച്ചിയുടെ അനുജനല്ലേ? ആ അനുജനെ ആരെങ്കിലും മോശം പറഞ്ഞാ ചേച്ചിക്കത് സഹിക്കാൻ പറ്റുമോ? ചേച്ചിക്ക് ദേവേട്ടനെ പോലെ തന്നെയല്ലേ എനിക്ക് മഹി. മഹിയെപ്പറ്റി എത്ര മോശമായിട്ടാണ് മീര സംസാരിക്കുന്നത്. ദേവനെയും മഹാദേവനെയും ചേർത്ത് സംസാരിക്കാതെ മാധവി. മഹാദേവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമായതല്ലേ? എന്ത് ബോധ്യാകാനാ? പിന്നെ പണത്തിന്റെ തിരിമറി. അവന് പണത്തിന്റെ ആവശ്യം വന്ന ചേച്ചിയായ എന്റെ പണമല്ലാതെ അവൻ ആരുടെ എടുക്കേണ്ടത്? അതൊന്നും അത്ര വലിയ തെറ്റായി എനിക്ക് തോന്നുന്നില്ല. ആ നിസാര തെറ്റിന്റെ പേരിൽ ഈ വീട്ടിൽ നിന്നും ആദർശിൽ നിന്നും മീര മഹിയെ അകറ്റി. ഇപ്പൊ എന്റെ മുന്നിൽ പോലും തർക്കുത്തരം പറയുന്ന അവസ്ഥയായി. മാധവിയുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ഈ വിഷം നിന്റെ മനസ്സിൽ ആരാ കുത്തിവെച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചേച്ചി ആരെയാ ഉദ്ദേശിക്കുന്നത്? അഭിരാമിയെ തന്നെ. അഭി പറയുന്ന ഓരോ നുണകൾ വിശ്വസിച്ചാണ് മാധവി മീരയോട് ഇത്രയും വലിയ തെറ്റ് ചെയ്തത്. ആ പാവം അഭിയെ ഇതിനിടയിലേക്ക് വലിച്ചിടേണ്ട ആവശ്യമുണ്ടോ ചേച്ചി? ഞാൻ മീരെ ഹരിക്കൊപ്പം പറഞ്ഞു വിടുമ്പോ അഭി ഇവിടെ ഉണ്ടായിരുന്ന പോലുമില്ല. എന്തിനാ ഉണ്ടാകുന്നത്? ആവശ്യത്തിന് വിഷം നിനക്ക് പകർന്നു തന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഒന്നോർത്തോ മാധവി, നീ ഈ ചെയ്തത് ആദർശ് അറിഞ്ഞാൽ നിന്നോട് ക്ഷമിക്കില്ല. ചേച്ചിയുടെ പറച്ചില് കേട്ടാ ഞാൻ മീരെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടതെന്ന് തോന്നുമല്ലോ. അവള് പോയത് അവളുടെ അച്ഛനൊപ്പം സ്വന്തം വീട്ടിലേക്കാ. തൽക്കാലം ആദർശ് തിരിച്ചു വരുന്നതുവരെ അവിടെ തന്നെ നിൽക്കട്ടെ. പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ടാൽ അവര് നിൽക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. ഇവിടെ അഭിരാമിയായിരുന്നു നീ പറഞ്ഞു വിടേണ്ടത്. ഈ വീടിന്റെ മകൾ ഇനി മീരയാ. ചേച്ചി പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അഭിയുടെ വിവാഹം കഴിഞ്ഞെന്ന് കരുതി ഇതവളുടെ വീടല്ലാതാകുന്നില്ല. ആദർശിനുള്ള എല്ലാ അവകാശം അഭിക്കും ഉണ്ട്. പിന്നെ മീരയുടെ കാര്യം, ഞാൻ മീരെ പറഞ്ഞു വിട്ടത് എന്റെ അഭിപ്രായം മാത്രാ. ഇവിടെ നിൽക്കുന്നത് പോലെ സ്വന്തം വീട്ടിൽ നിൽക്കണമെന്ന് അവക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട മാധവി. മീരയ്ക്ക് വീട്ടിൽ നിൽക്കാൻ വേണ്ടി നീ സന്തോഷത്തോടെ പറഞ്ഞു വിട്ടതല്ല, ഇറക്കി വിട്ടതിന് തുല്യവാ. ആ പാവം പെൺകുട്ടിക്ക് എത്രമാത്രം വിഷമമായിട്ടുണ്ടാവും. മീരയുടെ കാര്യം മാത്രമല്ല, ഹരിയെക്കുറിച്ച് കൂടി ആലോചിച്ചു നോക്ക്. ഒന്നാമത്തെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതാ. ചേച്ചി എന്തിനാ ഇതിനെ ഇത്രയ്ക്ക് സീരിയസ് ആക്കുന്നത്? ഹരിക്കോ മീരയ്ക്കോ പോലും ഇല്ലാത്തത്ര പ്രശ്നമാണല്ലോ ചേച്ചിക്ക്. ശരിയാ, എനിക്ക് പ്രശ്നവും വിഷമവും ഉണ്ട്. ഈശ്വരന് നിരക്കാത്തത് ചെയ്യുമ്പോ അത് കണ്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോ നീയും അഭിയും ചേർന്ന് ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. മീരയ്ക്ക് ആദർശ് വന്നതിന് ശേഷം വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാമല്ലോ. അല്ല, ഇനി അതിന് താല്പര്യമില്ലെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ. മാധവി, എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. എനിക്ക് എന്റെ കുടുംബമാണ് വലുത്. എന്റെ 2 മക്കളും മരണം വരെ എനിക്കൊപ്പം ഉണ്ടാവണം. അതാണ് എന്റെ ആഗ്രഹം. അതിന് തടസ്സമായിട്ട് ആര് വന്നാലും ഞാൻ അവരെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും. എന്തൊരു വിധിയാ ദൈവമേ ഇത്! എന്തിനാ എന്റെ മീരമോളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അമ്മ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എത്ര പ്രതീക്ഷയോടെയാ മീരമോളുടെ വിവാഹം നടത്തിയത്. അത് ഇങ്ങനെയൊക്കെ ആവുന്ന ആരറിഞ്ഞു? ഒരു നല്ല കാലം വരുമ്പോ ആരും നിലമറന്ന് അഹങ്കരിക്കരുത്. അങ്ങനെ അഹങ്കരിച്ച ഇതാ ഫലം. അതിന് മീര എന്തഹങ്കരിച്ചു എന്നാ നീ പറയുന്നേ? മീരയല്ല, അവളുടെ അമ്മ വേഷം കെട്ടി നടക്കുന്ന അവളില്ലേ, ആ ബീന. അവളുടെ അഹങ്കാരത്തിന്റെയാ മീര ഈ അനുഭവിക്കുന്നത്. അമ്മ എന്ത് മണ്ടത്തരായി പറയുന്നേ?
ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് മീരയാണോ? ഈശ്വരന് നിരക്കാത്തതൊന്നും എന്റെ മീര ചെയ്യില്ല. മുതിർന്നവരോട് ഒരു തർക്കുത്തരം പോലും പറയില്ല. എന്നിട്ടും ആ കുഞ്ഞിനെ ഭഗവാൻ വേദനിപ്പിക്കല്ലേ? എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആദർശിന്റെ വീട്ടുകാർ ഈ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ആദർശിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മീരമോളി ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നിട്ട് ഒന്നും മനസ്സിലാക്കാതെ ഇറക്കി വിട്ടതിന് തുല്യമായില്ലേ ഇത്? അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ ആദർശ് തിരിച്ചു വന്നിട്ട് ആ കുട്ടിയോടുകൂടി സംസാരിച്ചിട്ട് മതിയായിരുന്നു. ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മീരയോട് അവര് ചെയ്തത് ന്യായം അല്ലാന്ന് തോന്നുന്നെങ്കിൽ നേരിൽ ചെന്ന് സംസാരിക്കേ. അതമ്മ പറഞ്ഞത് ശരിയാ. മീരയുടെ കല്യാണം നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് നടത്തിയതല്ലേ? അപ്പൊ അവിടെ ചെന്ന് അത് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതെങ്ങനാ മോളെ? ആദർശിന്റെ അമ്മ ഹരിയെ വിളിച്ചിട്ടാ മീരയെ പറഞ്ഞു വിട്ടത്. ആ സ്ഥിതിക്ക് നമ്മൾ ഇടയ്ക്ക് ചെന്ന് കയറുന്നത് ശരിയല്ലല്ലോ. അത് ശരിയല്ല. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് എന്താ കാര്യം? പിന്നെ ഞാനെന്ത് പറഞ്ഞാലും അമ്മയും മോനും അത് കാര്യമാക്കില്ലല്ലോ. മീരയോടെ എനിക്ക് സ്നേഹമുണ്ട്. അവളുടെ ജീവിതം നന്നായിരിക്കണം തന്നെയാ എനിക്കും. അതുകൊണ്ട് പറയാ, മീരയുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നിങ്ങൾക്കെങ്കിൽ ആ ബീനയെ നിലയ്ക്ക് നിർത്തണം. അല്ല, ഇതിലിപ്പോ ബീന എന്ത് തെറ്റാ ചെയ്ത്? ആദർശിന്റെ വീട്ടിൽ നിന്ന് മീരയെ പറഞ്ഞു വിട്ടത് ബീനയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാനെന്ത് പറയാനാ? അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അതൊന്നും അല്ല കാര്യം. ബീനയോടുള്ള ദേഷ്യം തീർക്കാൻ നിനക്കിതൊരു അവസരമായി. നിങ്ങൾക്കിങ്ങനെ പരസ്പരം വഴക്കടിക്കാം. പക്ഷേ എന്റെ മനസ്സിന്റെ വേദന ആർക്കും മനസ്സിലാവില്ല. ഒരമ്മയുടെ സ്നേഹം കൊതി തീരുവോളം അനുഭവിക്കാൻ എന്റെ കുഞ്ഞിന് സാധിച്ചില്ല. വിവാഹം കഴിഞ്ഞാലെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അതിപ്പോ ഇങ്ങനെയോ ആയി. ഈ സംഭവത്തിൽ മീരമോൾ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. ആരെയും വിഷമങ്ങൾ അറിയിക്കാതെ അവൾ ഒരുപാട് കരയുന്നുണ്ടാവും. അമ്മ ഇനി ഇങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ആലോചന വന്നത് മുതൽ ഇത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ എനിക്ക് കുശുമ്പ് കൊണ്ടാണെന്നല്ലേ അമ്മയും മനോജേട്ടനും വരെ പറഞ്ഞത്. അതിലെന്താ സംശയം? എന്നിട്ട് ഇപ്പോഴോ? എന്റെ മനോജേട്ടാ, ഇപ്പോഴും നമുക്ക് താഴെയുള്ള ബന്ധങ്ങളാണ് നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ ഹരിക്ക് പറ്റിയ അവസ്ഥ പോലെ ആവും. അവരുടെ ഭാഗത്തുനിന്ന് എന്തുണ്ടായാലും മിണ്ടാതെ നിന്ന് സഹിക്കേണ്ടി വരും. എന്നിട്ട് അമ്മ തന്നെയല്ലേ അതേപോലത്തെ ബന്ധം എനിക്ക് വേണമെന്ന് വാശി പിടിച്ചത്. മീരയ്ക്ക് ആലോചന വന്നപ്പോ മുതല് അമ്മ അച്ഛനോ ഈ വീട്ടിലോ സ്വൈര്യം തന്നിട്ടുണ്ടോ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. പിന്നല്ലേ എനിക്ക് കാര്യം പിടിയിട്ടത്. ഓഹോ, ഇപ്പോഴെങ്കിലും ബോധോദയം ഉണ്ടായെങ്കിൽ ഭാഗ്യം. മീരമോൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ സാധിക്കും മോനെ? അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ വിഷമിക്കാതെ. ഹരിയായിട്ട് ഞാൻ ആലോചിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഈ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആദർശേട്ടനെ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാന്നതാ. ആദർശേട്ടൻ വന്നാ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അത് വിദ്യമോള് പറഞ്ഞത് ശരിയാ. മീരയ്ക്ക് സമാധാനവും സന്തോഷമുള്ള ജീവിതം ഉണ്ടാകണമെങ്കിൽ ആദർശ് തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരവൊന്നും എളുപ്പം നടക്കില്ല. നിങ്ങളുടെ പറച്ചിൽ കേട്ടാ ആദർശ് എന്തോ ടൂർ പോയിരിക്കണം തോന്നുമല്ലോ. അതെ, ആദർശ് ജയിലിൽ കിടക്കുന്നത് കൊലക്കുറ്റത്തിനാ. അത് മറക്കണ്ട. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരാൾക്കും അധിക നാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. സത്യം അതെന്തായാലും എങ്ങനെയായാലും തെളിയുക തന്നെ ചെയ്യും. അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ നടന്നാ കൊള്ളാം. ഏതായാലും നന്നായി പ്രാർത്ഥിച്ചോ. തെളിവുകളെല്ലാം ആദർശിനെതിരായ സ്ഥിതിക്ക് പ്രാർത്ഥനയെ വഴിയുള്ളൂ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എവിടെ എന്താ പറയേണ്ടെന്നറിയാതെ അങ്ങ് പ്രസംഗിച്ചോളൂ. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ.
മോളെ, ഇരിക്കും മോളെ. മോളെന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. ഞാൻ ആദർശിന്റെ വീട്ടിൽ നിന്ന് മോളെ ഇവിടേക്ക് വരാൻ നിർബന്ധിച്ചത് ശരിയായില്ല എന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ?